മണ്ഡലപൂജ അടുത്തതോടെ ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ദർശനം നടത്തിയത് 1 ലക്ഷത്തിലധികം പേരാണ്. തിരക്കേറിയതോടെ ഒരാൾക്ക് നൽകുന്ന അരവണ പ്രസാദത്തിന്റെ എണ്ണം 10 ചുരുക്കി. മണ്ഡലപൂജ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശബരിമല സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ മല ചവിട്ടിയെന്നാണ് കണക്ക്. ഇന്ന് രാവിലെ ആദ്യ മണിക്കൂറിൽ 7 മണിവരെയുള്ള കണക്കെടുത്താൽ 30,000-ഓളം ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തിരക്ക് അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. തിരക്കുണ്ടോ? കുറെ നേരം നിന്നോ? നല്ല തിരക്കുണ്ട്. ഒരുപാട് നേരം നിന്ന് കഷ്ടപ്പെട്ടാണ് എത്തിയത്. നിലയ്ക്കലോട്ടേ തിരക്കാണ്, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരുവിധം വന്ന് പറ്റി. തണുപ്പുണ്ട്? നല്ല തണുപ്പുണ്ട്. കയറാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വരാൻ പറ്റും. ഈ മണ്ഡലപൂജയ്ക്ക് ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആറന്മുളയിൽ നിന്ന്. അത് 26-ാം തീയതി ഉച്ചയോടുകൂടി പമ്പയിലെത്തും. അവിടെ നിന്ന് ശരംകുത്തിയിലെത്തി ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും പിന്നീട് സന്നിധാനത്തേക്ക് എത്തുക. 26-ന് വൈകിട്ടാണ് ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുക. വളരെ അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദീപാരാധന, തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുകയുള്ളൂ. മണ്ഡലപൂജയാണ് അതിൽ വിശേഷപ്പെട്ട ഒരു ദിവസം. ആ തിരുവിതാംകൂർ മഹാരാജാവ് നൽകിയ ആ തങ്കയങ്കി, സ്വർണ്ണ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പ ദർശനത്തിന് വേണ്ടി ആളുകൾ സാധാരണയായി തിരക്ക് കൂട്ടി എത്താറുണ്ട്. അത്രയും വിശേഷപ്പെട്ട ദർശനമായിട്ടാണ് കാണുന്നത്. ഏതായാലും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിക്കുന്നത്. ക്രമീകരണങ്ങൾ അതിനനുസരിച്ച് ഒരുക്കുന്നുമുണ്ട്.